തനിക്ക് വിഷം ചീറ്റാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ദക്ഷകി. അതിന്റെ ഭാഗമായി അവൾ സുന്ദറിനെ കടിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യം അവൻ ഈശ്വരനോട് പറയുന്നു. ഈശ്വർ ദക്ഷകി കടിച്ച സുന്ദറിന്റെ കൈ പരിശോധിക്കുന്നു. അവനിൽ പല സംശയങ്ങളും ഉടലെടുക്കുന്നു. കാവിൽ പോയി ദക്ഷകി പാർക്കുന്ന പുറ്റ് പരിശോധിക്കുന്ന കാര്യം സുന്ദറിനോട് ഈശ്വർ പറയുന്നു. ഇത് കേൾക്കുന്ന ദക്ഷകി കാവിൽ പോയി പുറ്റിനകത്ത് കയറാൻ ശ്രമിക്കുന്നു. കല്യാണിയെ കാവിൽ കൊണ്ടുപോകാനായി ശ്രമിക്കുന്ന ദക്ഷകി. രേണുകയുടെ ഇടപെടൽ കാരണം ദക്ഷകിക്ക് അതിന് കഴിയുന്നില്ല. ഇനി തുടർന്ന് കാണുക. കുട്ടി, എന്താ ഈ പറയുന്നേ? കാവിൽ നാഗപഞ്ചമി കഴിയാതെ കേറിക്കൂടാ. അവിടെ പൂജ പോലും മുടങ്ങിക്കിടക്കയല്ലേ. നാഗപഞ്ചമി കഴിയുമ്പോൾ മേലേടം വരും. ദേവപ്രശ്നം കഴിഞ്ഞ് ശുദ്ധി കലശം നടത്തിയിട്ടേ കാവിൽ പ്രവേശിക്കാവൂ. അമ്മയുടെ ജന്മദിനമാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അയ്യോ, കാര്യാലയത്തിനകത്ത് നിന്ന് പൂജാദ്രവ്യം എടുത്തു വെക്കാൻ വാസുദേവനോട് പറയാൻ മറന്നുപോയല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്താ തിരുവേനി? ശങ്കുണി, ഇത് ക്ഷേത്രത്തിനകത്തേക്കുള്ള ചില പൂജാദ്രവ്യങ്ങളാണ്. വേഗം ശ്രീകോവിലിൽ കൊണ്ടുപോയി കൊടുക്ക. കാര്യാലയത്തിൽ 2-3 ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശ്രീകോവിലിനകത്തേക്കാണെങ്കിൽ ഞാൻ ദേഹശുദ്ധി വരുത്തിയിട്ടില്ല തിരുവേനി. എന്താടോ ഇത്? സാരമില്ല തിരുവേനി. ഈ കുട്ടി ക്ഷേത്രത്തിൽ കയറിയിട്ട് വരിക. ഇവളുടെ കയ്യിൽ കൊടുത്തു വിടാം. അത് നന്നായി. ദക്ഷിണ ഈ ഇല്ലത്തൊരു അംഗമല്ലേ? ഇതാ കുട്ടി, ഇത് കൊണ്ടുപോയി ശ്രീകോവിലിൽ കൊടുക്ക. ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. അതിനെന്താ, ഒന്നുകൂടി പോകാലോ. കുട്ടിയുടെ അമ്മയുടെ ജന്മദിനമല്ലേ ഇന്ന്. കുട്ടി തന്നെ ഇത് കൊണ്ടേ കൊടുത്താ അമ്മയ്ക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ തന്നെ കൊണ്ട് കൊടുത്താ മതി. ഇതമ്മളെ വാങ്ങ്. വാങ്ങിക്കോളൂ. എന്നാ വേഗം ചെല്ലുക. ശങ്കുണി, താ എന്റെ കൂടെ വാ. ഇപ്പൊ എന്താ ചെയ്യാ? ഇതും കൊണ്ട് ഞാൻ എങ്ങനെ ശ്രീകോവിൽ കയറും? ഇത് കൊടുക്കാതിരുന്നാൽ അതും പ്രശ്നമാകും. എന്താ ചെയ്യാ? ദക്ഷ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. പക്ഷേ ഈ സാധനം കൊടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ വീണ്ടും എങ്ങനെ പോകും? ഇത് ശ്രീകോവിൽ കൊടുക്കാനുള്ളതായിരുന്നു. സുന്ദർ എന്നെ ഒന്ന് സഹായിക്കോ? ഇത് ഞാൻ കൊണ്ടുപോയി ശ്രീകോവിലിൽ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ദക്ഷുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് ഇങ്ങ് തന്നോളൂ, ഞാൻ കൊടുത്തോളാം. സുന്ദർ ക്ഷേത്രത്തിലേക്കാണോ? ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിലും ഞാൻ ഇപ്പൊ ക്ഷേത്രത്തിലേക്കാണ്. വലിയ ഉപകാരം. ഈ ഉപകാര സ്മരണ എപ്പോഴും ഉണ്ടാവണം. എന്നാ പോട്ടെ. നിക്കണോ അതോ പോണോ? പോട്ടെ, പോവാണേ. ദക്ഷകി, നിൽക്ക്. വലിയൊരു അബദ്ധമാണ് നീ ചെയ്തിരിക്കുന്നത്. ആ പൂപാത്രത്തിൽ നിന്റെ കരസ്പർശമുണ്ടായിരിക്കുന്നു. ആ പൂപാത്രം ശ്രീകോവിലിനകത്ത് എത്തിയാൽ നിനക്ക് സർവനാശം വരും. നിനക്ക് സർവനാശം വരും. എന്റെ നാഗദേവി, ഇത് ഞാൻ അവിടുത്തെ ശ്രീകോവിലിൽ സമർപ്പിക്കുമ്പോ ഇത് തന്നേച്ച ദക്ഷിണയ്ക്ക് എന്നോട് ഇഷ്ടം തോന്നണേ. സുന്ദർ, ഒന്ന് നിൽക്കൂ. സുന്ദർ, എന്താ ദക്ഷു, നീയും കൂടി വരുന്നെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് ശ്രീകോവിലിൽ കൊണ്ടുപോയി കൊടുക്കാം. അത് വേണ്ട, നീ അതിങ്ങോട്ട് കൊണ്ടുവാ. അതുകൊണ്ടൊരു കാര്യമുണ്ട്. എന്തേ? ഇങ്ങോട്ട് താ. വേണ്ടെന്നേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. സുന്ദർ, എന്താ ഇവിടെ? താനെന്തിനാ ഇതും കൊണ്ട് ഇവിടെ നിൽക്കുന്നേ? ദക്ഷു, ഇത് മുത്തശ്ശൻ തന്നുവിട്ട പൂജാ സാധനങ്ങളല്ലേ? അതൊന്നും എനിക്കറിയില്ല. ദക്ഷുവിനെ അറിയൂ. ആണോ ദക്ഷിണേ? അതെ, മുത്തശ്ശൻ എന്റെ കയ്യിൽ തന്നയച്ചതാ. ഞാനത് ഇവന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ രേണുവെടുത്തി. ശ്രീകോവിലേക്കുള്ളതല്ലേ? കല്യാണി, ഇത് ശ്രീകോവിലെത്തിക്കൂ. അതിങ്ങിതാ.
ആ എന്നാ പിന്നെ നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക്. കല്യാണി അത് വാങ്ങരുത്. അതെന്താ സുന്ദർ, അതെങ്ങനെ തരോ? അതെന്തിനാ? തരോ? അത് കഴിഞ്ഞിട്ട് പറയാം. നീ എന്താ പ്രശ്നമെന്ന് പറ. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടല്ലേ പറയുന്നത്? ഇങ്ങ് തരൂ. എന്താ ദക്ഷു? ദക്ഷിണേ, എന്തായി കാണിച്ചേ? ശ്രീകോവിലേക്കുള്ള പൂജാ സാധനങ്ങളെ നീ തട്ടിയറിഞ്ഞത് അതെന്തിനാ? എന്നോട് ക്ഷമിക്കൂ രേണുവെടുത്തി. ദോഷം പ്രവർത്തിച്ചിട്ട് ക്ഷമ ചോദിച്ചാ മതിയോ? ദോഷം സംഭവിക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇത് അശുദ്ധമാണ്. ദക്ഷുവല്ലേ ഇതെന്റെ കയ്യിൽ തന്നയച്ചത്, പിന്നെ എങ്ങനെ അശുദ്ധമായി? തന്നയച്ചത് ഞാൻ തന്നെയാ. പക്ഷേ ഇത് കൊണ്ടുപോകുന്നതിനിടയിൽ നീ ഇത് അശുദ്ധമാക്കുന്ന ഞാൻ കണ്ടതാ. ഞാൻ അശുദ്ധമായിക്കുന്നോ? ഞാനെന്ത് ചെയ്ത്? ചെയ്തത് എന്താണെന്ന് പറയുന്ന എന്തിനാ? നാഗദേവിയുടെ ശ്രീകോവിലേക്കുള്ള പൂജാ സാധനങ്ങൾ അശുദ്ധമാക്കുന്നത് എന്റെ കണ്ണിൽ കണ്ടാൽ മിണ്ടാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ചെയ്തത് ചെയ്യാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ. അശുദ്ധമായെന്ന് ദക്ഷിണ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ശ്രീകോവിലേക്ക് എത്താൻ പാടില്ല. കല്യാണി, ഈ പൂജാ സാധനങ്ങളെല്ലാം വേഗം തയ്യാറാക്കി ഉടൻ ശ്രീകോവിലേക്ക് എത്തിക്ക. ശരി രേണുവെടുത്തി. രേണുവെടുത്തി, ഞാനല്ല ഈ സുന്ദർ പോയിക്കോളൂ. രേണുവെടുത്തി, ഞാൻ സുന്ദർ പോവാനല്ലേ പറഞ്ഞത്? അയ്യേ, എന്തൊരു കഷ്ടമായത്. ഞാൻ എന്ത് കുറ്റം ചെയ്ത്? അയ്യേ, ഛേ. എന്തായാലും ദക്ഷിണ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. ഹോ, അത് നന്നായി. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? ദക്ഷിണ എന്താ അങ്ങനെ പെരുമാറിയേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാഹുലേ, ഇവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവൻ സയന്റിസ്റ്റ് അല്ലേ കണ്ടുപിടിക്കാൻ. രാഹുലേ, ഞാൻ ഒരു സീരിയസ് മാറ്റർ ആലോചിച്ചോണ്ടിരിക്കുക. നീ അത് കോമഡി ആക്കരുത് കേട്ടോ. എന്താണ് അതിന്റെ സീരിയസ് മാറ്റർ? എടാ, ദക്ഷിണയ്ക്ക് എന്തോ സ്വഭാവ വ്യത്യാസമുണ്ട്. നീ എന്താ കരുതിയത്? നീ എന്ത് പറഞ്ഞാലും അവൾ ക്ഷമിച്ചും സഹിച്ചും നടക്കുമെന്നോ? അന്ന് നിനക്ക് കടി കിട്ടി, ഇന്ന് നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയോടാ. എവരുടെ അടി കിട്ടിയത്? എടാ, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഡാ, ദക്ഷിണ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കയ്യിലൊരു പൂപ്പാത്രം തന്നു. പക്ഷെ ഞാനത് ശ്രീകോവിലിൽ കൊണ്ട് എത്തിക്കാൻ നേരത്ത് അവൾ തന്നെ വന്ന് തട്ടി നിലത്തിട്ടു. അതെന്തിന്? അത് എടാ, അതെനിക്കറിയില്ല. ദക്ഷിണ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് സുന്ദറിന് മനസ്സിലായില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, ഞാൻ എന്താ ചെയ്തെന്ന് അവൾ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോ സുന്ദർ എന്തോ വേണ്ടാതിനും ചെയ്തിരുന്നല്ലേ? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാണാതെ ദക്ഷിണ അങ്ങനെ പറയില്ലല്ലോ സുന്ദർ. എന്താ ഇത്? ശരിക്കും ഇവൻ എന്താ കാണിച്ചേ? ദക്ഷിണ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വ്യക്താക്കിയിട്ടുണ്ട്. അവളെന്തു പറഞ്ഞു? അതൊക്കെ ഇനി എന്തിനാ പറയുന്നത്? കഷ്ടം. നീ ആ പൂജാ സാധനങ്ങൾ അശുദ്ധമാക്കിയോ? എടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ദക്ഷിണ എന്തിനാ പൂജാദ്രവ്യം തട്ടി അറിഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ചെയ്തത് എന്താണെന്ന് നിനക്കും ദക്ഷിണക്ക് മാത്രമല്ല അറിയൂ. ഇനി കൂടുതൽ അബദ്ധങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിച്ചോ. എന്നാലും അവൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തേ? നീയല്ലേ ആള്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അതെ, പോട്ടെ. ചെല്ല്. എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലത്തിനാണ് ഞാനത് വാങ്ങിപ്പോയത്. ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇതാണല്ലോ ശിക്ഷ. വരുന്നവനും പോകുന്നവനും എടുത്തിട്ടടിക്കാൻ ഞാനെന്ത് അമ്പലമണിയോ? അമ്മ, അച്ഛന്റെ ബിസിനസ്സിൽ ഇപ്പൊ എന്താ പ്രശ്നം? എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നും എന്നോട് തെളിച്ചു പറയണില്ല. ഉടനെ സിറ്റിയിലേക്ക് പുറപ്പെടാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ചടങ്ങുകൾ കഴിയാതെ പെട്ടെന്ന് നമ്മൾ എങ്ങനെയാ പോകുന്നേ? സാവിത്രി, പ്രശ്നം ഉണ്ടായാൽ പരിഹാരം ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ധൃതി പിടിച്ച് അങ്ങോട്ട് പോയാൽ പ്രശ്നത്തിന് പരിഹാരമാവോ? സാവിത്രി, നീ വിഷമിക്കണ്ട. ശ്രീധരന്റെ ബിസിനസ്സിൽ ഒരു കുഴപ്പവും വരില്ല. നാഗദേവിയുടെ തുണയും സംരക്ഷണവും ഈ കുലത്തിലെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും ആശങ്കപ്പെടണത്? എളേച്ചൻ പ്രശ്നം എന്താന്ന് പറഞ്ഞാലല്ലേ ഇവരെല്ലാവരും കൂടി പോവേണ്ട കാര്യമാണെന്ന് പറയാൻ പറ്റൂ. എളേച്ചൻ എങ്ങോട്ട് പോയി? ശ്രീധരേട്ടൻ അവിടെ ആർക്കും ഫോൺ ചെയ്യാ. എന്തോ ഗൗരവമുള്ള പ്രശ്നം തന്നെയാ. അല്ലെങ്കിൽ ശ്രീധരേട്ടൻ ഈ സമയത്ത് ഇവിടുന്ന് പോണെന്ന് പറയില്ല. ഞാൻ തന്നെ അവരോട് നേരിട്ട് ചോദിക്കാം. അല്ല, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ശ്രീധര,
ഇപ്പൊ ധൃതി പിടിച്ച ഉദ്യോഗസ്ഥലത്തേക്ക് ഇവരെയും കൊണ്ടുപോകാനും മാത്രം എന്താ പ്രശ്നം? അച്ഛാ, പോവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. മോനെ, ബിസിനസ്സിലെ പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ നീ മാത്രം പോയാ പോരെ? ഇവരെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കാര്യം എന്താ? അമ്മായി, ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ നിർബന്ധിക്കരുത്. നീക്ക് ഇവരെയും കൊണ്ട് പോയേ പറ്റൂ. അപ്പോ ഉടനെയൊന്നും ഇങ്ങോട്ടില്ലേ? സപ്തതിയും പടിയേറ്റും ഒക്കെ നടക്കുമ്പോ നിങ്ങൾ 3 പേരും ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അച്ഛാ, ഞാനും അമ്മയും അതുവരെ ഇവിടെ നിക്കാം. എനിക്കിവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും? ഞാൻ പോയാ അവർക്കും പോവേണ്ടി വരില്ലേ? അതെനിക്ക് വലിയ നാണക്കേടാവില്ലേ അച്ഛാ? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? പോയാൽ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. സപ്തതിക്കും പടിയേറ്റിനും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ സമയം നോക്കി എത്തിയാ മതിയല്ലോ. ഇപ്പൊ പോയേ പറ്റൂ. എളേച്ച, വൈഷ്ണവിക്ക് വരാൻ തീരെ ഇഷ്ടമില്ല. പിന്നെ ഇവളുടെ ഫ്രണ്ട്സിന്റെ കാര്യം ഇവള് പറഞ്ഞ ശരിയല്ലേ? എളേച്ചന് ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കൂടെ? രേണുക പറഞ്ഞത് അതിന്റെ ശരി ശ്രീധര. വൈഷ്ണവിയെ കൊണ്ടുപോയ വലിയ വിഷമം ഉണ്ടാക്കും. വൈഷ്ണവി ഇവിടെ നിക്കട്ടെ, നീയും സാവിത്രിയും തൽക്കാലം പോവുക. അതെ, വളർന്നാളെ കൂടി കൊതിച്ചിവിടെ വരെ വന്നതല്ലേ. നിങ്ങൾ പോയിട്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വന്നാ മതി. സാവിത്രി, നീ എന്തു പറയുന്നു? ഇവരെല്ലാം പറയുന്നത് തന്നെയാ എന്റെ അഭിപ്രായം. വൈഷ്ണവിയെ കൂടെ കൂട്ടിയ ഇവളുടെ മനസ്സ് എന്തായാലും ഇവിടെ തന്നെയായിരിക്കും. ഇവൾ ഇവിടെ തന്നെ നിക്കട്ടെ ശ്രീധരേട്ടാ. അപ്പൊ തീരുമാനം അങ്ങനെ ആവട്ടെ. നിങ്ങൾ വേഗം പുറപ്പെടാൻ നോക്കുക. സാവിത്രി, എന്നാൽ താൻ വേഗം റെഡിയാവ്. മോളെ, വിഷമിക്കണ്ട. അച്ഛനും അമ്മയും ഇടയ്ക്ക് വരാം. എളയമ്മ വിചാരിക്കുന്നത് വൈഷ്ണവിക്ക് വിഷമമായെന്നാ. ഇപ്പോഴല്ലേ ഇവൾക്ക് ശരിക്കും സന്തോഷായത് അല്ലേ വൈഷ്ണവി? പോ രേണുവെടുത്തി. ശ്രീധരന്റെ ബിസിനസ്സിന് എന്താ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം? നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കണുണ്ടല്ലോ. എന്ത് സംഭവിച്ചാലും അത് നാഗദേവി നമുക്ക് കാണിച്ചു തരും. അതിന്റെ പരിഹാരവും നാഗദേവി തന്നെ ചെയ്യും. നാഗമടുത്ത് മനയിലുള്ളവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ദക്ഷഗീതിനകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളെല്ലാം സുഖമായി ഉറങ്ങുമെന്നാണോ കരുതുന്നത്? നാഗമടുത്തുകാരെ വട്ടം കറക്കുന്ന പ്രശ്നങ്ങൾ ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്? നിന്റെ അച്ഛൻ എന്താണ് ബിസിനസ് പ്രോബ്ലം? അച്ഛൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോണെന്ന് അച്ഛൻ വാശി പിടിക്കില്ലായിരുന്നു. നീയും കൂടി പോവാതിരുന്നോണ്ട് കുഴപ്പമുണ്ടോ? അതറിയില്ല. വൈഷ്ണവിയും കൂടി പോവേണ്ടതായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നം വരുമ്പോൾ മകളായി നീയല്ലേ അവർക്കൊരു താങ്കം തണലോയി നിൽക്കേണ്ടത്. വൈഷ്ണവി പോവാതെ ഒഴിഞ്ഞു മാറിയത് തീരെ ശരിയായില്ല. ഇവളുടെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാനും ഇപ്പോൾ ഈ ഇല്ലത്ത് ജീവിക്കുന്ന ഒരാളല്ലേ. ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അറിയും. നിന്റെ അച്ഛനിപ്പോൾ നേരിടുന്ന ബിസിനസ് പ്രോബ്ലം കുറച്ച് വലുതാണല്ലോ വൈഷ്ണവി. കരകയറാൻ കുറെ ബുദ്ധിമുട്ടാകും. ചിലപ്പോ തകർച്ചയും സംഭവിക്കാം. അതിന് എന്റെ അച്ഛൻ പ്രശ്നം എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഊഹിച്ചു പറയുന്നത്? ദക്ഷു ഊഹിച്ചു പറഞ്ഞതല്ലളിയാ, അവൾ ഉപമിച്ചു പറഞ്ഞതായിരിക്കും അല്ലേ ദക്ഷു? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. സംഭവിക്കുമ്പോ സ്വയം മനസ്സിലാക്കിക്കൊള്ളും. എടാ, എന്നെ പോലെ തന്നെ ദക്ഷു. ഞങ്ങൾ എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വൈഷ്ണവി, നിന്റെ അച്ഛന്റെ യഥാർത്ഥ പ്രശ്നം നിനക്ക് പോലും അറിയില്ല. അവൾ എങ്ങനെ അറിഞ്ഞു? ഒളിച്ചു കേട്ട് കാണും. അല്ലെങ്കിലും അവളുടെ ഉള്ളില് കള്ളത്തരം ഉണ്ടെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. ഓടി അവിടുന്ന്. അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ സംശയം അതല്ല. ദക്ഷിണക്ക് ഈ വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ വൈഷ്ണവിയുടെ എന്റെയും പ്രശ്നം അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? അതിനവൾക്ക് 6th സെൻസ് ഒന്നും ഇല്ലല്ലോ. എന്നാലും ഒരു കാര്യം സത്യമാ, അവള് ഇവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. വൈഷ്ണവി, നിന്റെ രഹസ്യം ആ ദക്ഷിണ അറിഞ്ഞിട്ടുണ്ടാവൂ? രാഹുൽ, വേണ്ട. ആ കാര്യം ഇവിടെ സംസാരിക്കണ്ട. എനിക്ക് പേടിയാ.
ഈ ഇല്ലത്തിന്റെ എല്ലാ ചുവരുകൾക്കും കണ്ണും കാതും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു വേണം എന്തെങ്കിലുമൊക്കെ പറയാൻ. അങ്ങനെയാണോ? എടാ, ഈ ഇല്ലത്തിന്റെ ചുവരുകൾക്ക് കണ്ണും കാതും ഉണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെങ്കിൽ അത് പുറത്ത് പറയണ്ടേ? അത് വേണ്ട. ഓ വൈഷ്ണവി, ഈ ഇല്ലത്ത് ദക്ഷിണയെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമുള്ളത്. ആണല്ലേ? പ്രത്യേകിച്ചും വൈഷ്ണവിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് വളരെ വലിയ അഭിപ്രായമുള്ളത്. ഓ, എന്താ, നിനക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടായിട്ടും പ്രയോജനമൊന്നുമില്ല. ആരും അംഗീകരിക്കില്ല. ആര് അംഗീകരിച്ചാലില്ലെങ്കിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദക്ഷിണയുടെ കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്ക് സംശയമുണ്ടല്ലേ? ആ സംശയം തീർക്കാൻ നീ ശ്രമിക്കും. നിനക്ക് അവളെ കുറിച്ച് എന്താ സംശയം? അവള് മേലത്തൂരില്ലത്ത് തന്നെയാണോ എന്ന് നിങ്ങക്ക് ഉറപ്പുണ്ടോ? അതിന്റെ തെളിവ് ആരുടെങ്കിലും കയ്യിലുണ്ടോ? മേമന ഇല്ലത്തുനിന്ന് വന്ന 2 പേർക്ക് അവളെ മനസ്സിലായില്ലേ? പിന്നെന്താ? അവള് മേലത്തൂരില്ലത്തെ അനിയൻ നമ്പൂതിരിയുടെ മകളെന്നല്ല പറഞ്ഞിരിക്കുന്നേ. ആ മകൾ ഇവള് തന്നെയാണെന്ന് എന്താ തെളിവുള്ളത്? അതിപ്പോ തെളിയിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. പിന്നെന്തിനാ പറയുന്നത്? തെളിയിക്കാനൊക്കെ കഴിയും ഈശ്വർ. അതെങ്ങനെ? അതിന് മേലത്തൂർ വരെ ഒന്ന് പോയാ പോരെ? കൂട്ടത്തിൽ അനിയൻ തിരുമേനയുടെ മകളുടെ ഒരു ഫോട്ടോ കൂടി കിട്ടിയ കാര്യങ്ങൾ എളുപ്പാവില്ലേ? അത് വേണം വൈഷ്ണവി, എന്നാൽ എന്റെ സംശയം മാറൂ. നീ ശ്രമിച്ചു നോക്ക്. ദക്ഷകിയുടെ നിഴൽ കടന്ന് ഇവിടുന്ന് ആരെങ്കിലും പോയി നോക്കട്ടെ, അനുഭവിക്കും. ശാപജന്മമാണെങ്കിലും മായാനും മറയാനും ഇഷ്ടമനുസരിച്ച് വേഷം മാറാനും ദക്ഷകിക്ക് കഴിയും. പക്ഷേ ഈ കൊടും വിഷത്തിന്റെ അടയാളം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാനുള്ള മായാജാലങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക്. ദക്ഷകി, അതാണ് ശാപജന്മം കിട്ടിയ കരിങ്കാല കരിനാഗവർഗത്തിന്റെ എല്ലാം അവസ്ഥ. വിഷം, കൊടും വിഷം ഉറവയൂറും പോലെ നുരഞ്ഞുകൂടും. ഏത് രൂപമെടുത്താലും അതിനെ മാത്രം അതിജീവിക്കാനാവില്ല നിനക്ക്. അറിയാം, എനിക്കൊന്ന് ഉപദേശിച്ചു തരണ്ട. വിഷം നാശത്തിനുള്ളതാണ്. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വിഷപ്പാട് മാറ്റാൻ ഒന്നേ മാർഗമുള്ളൂ, ആഞ്ഞു കൊത്തണം. അതും മനസ്സിൽ പച്ച കുത്തിയതുപോലെ പതിഞ്ഞ ശത്രുവിന്റെ ദേഹത്ത്. അതിനാ ഞാൻ അവസരം പാർത്ത് കാത്തു നിൽക്കുന്നത്. അത് ചെയ്തേ പോകൂ. അത് ചെയ്തേ അടങ്ങൂ ഞാൻ. എന്താണാവോ എന്നെ തന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? സ്വാതി, ഇത് മോശാട്ടോ. ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുന്നവരുടെ സ്വകാര്യതകൾ ഒളിഞ്ഞു നോക്കുന്നത് നല്ല കുട്ടികൾക്ക് ചേർന്നതല്ല. ഒറ്റയ്ക്ക് എന്ന് പിച്ചും പെയ്യും പറയുന്നതും നല്ല ലക്ഷണമല്ല, പ്രത്യേകിച്ച് ഈ മനയിൽ വെച്ചാവുമ്പോ. നാഗദൈവങ്ങൾ കാവൽ നിൽക്കുന്നിടത്ത് ഒറ്റയ്ക്ക് നിന്ന് പിച്ചും പെയ്യും പറയുന്നത് വേറെന്തോ കാരണങ്ങൾ കൊണ്ടാ. സംഭവിച്ചുകൂടാത്ത സംഭവിക്കുമ്പോ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. അത് വലിയ അപരാധമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ വന്നിട്ട് കുറച്ചേ ആയുള്ളൂവെങ്കിലും നമ്മൾ തമ്മിലുള്ള ഇടപെടലുകൾ അധികം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്നെ സ്വാതിക്ക് എന്നെയും അധികം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സമയമുണ്ടല്ലോ എല്ലാറ്റിനും. എന്തായാലും 2 പേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉറപ്പിച്ചു പറയാനാവില്ല. അതെന്താ? അല്ല, പടിയേറ്റിനി അധികമില്ല. അത് കഴിഞ്ഞാ ഞാനങ്ങ് പോകും മേലത്തൂർക്ക്. ഒരുപക്ഷേ ഞാൻ മടങ്ങും മുൻപ് സ്വാതിക്ക് പോവേണ്ടി വന്നാലോ? അതിനൊന്നും അധികം സമയം വേണ്ടല്ലോ. അറിയുന്നുണ്ട് ഞാൻ ഈശ്വരുമായിട്ടുള്ള ചുറ്റിക്കളികളൊക്കെ. ശ്രദ്ധിച്ചോളണം, ആണുങ്ങളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ട. പുരുഷശാസ്ത്രം അറിയാവുന്ന ഒരു പെണ്ണിന്റെ പുഞ്ചിരി മതി ആണുങ്ങളങ്ങ് മയങ്ങി വീണു പോവാൻ.
പേടിച്ചുപോയോ? ഹേ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അല്ല, ഈശ്വരന്തിനാ പേടിക്കുന്നേ? പേരിൽ തന്നെ രക്ഷാകവചം കിടക്കുകയല്ലേ. ഈശ്വരൻ. പേടിപ്പിക്കുന്ന അദൃശ്യ ശക്തികളെ ആട്ടിയകറ്റാൻ എല്ലാരും വിളിക്കുന്നത് ഈശ്വരനെയാണല്ലോ. പേരിന്റെ പേരിലൊന്നുമല്ല പേടിയില്ലാന്ന് പറഞ്ഞത്. എന്റെ അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിന്റെ ബലം കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ഭൂതപ്രേത പിശാചുക്കളെയൊന്നും വിശ്വാസമില്ലെന്നാണോ? സംശയം എന്ത്? കുട്ടിക്കാലത്ത് ഈ മുത്തശ്ശിമാരും മറ്റും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് ചുമ്മാ കുട്ടികളെ പേടിപ്പിക്കും. പാവം പിള്ളേര് പ്രായം പൊക്കതെ ആവുന്നവരെ പേടിത്തൊണ്ടന്മാരായിട്ട് ജീവിക്കും. നോക്കിക്കോ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമല്ല അദൃശ്യമായ ഏതൊക്കെയോ ശക്തികളുണ്ടെന്ന് ഇവിടം വിട്ടു പോകും മുൻപ് ഞാൻ തെളിയിച്ചു തരും. വെറുതെ പുളുവടിക്കാതടൂ. ഈ ഇല്ലത്തും മനയിലൊക്കെ തേവാരും നിത്യപൂജയായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ വക വിശ്വാസമൊക്കെ കാണും. ഞങ്ങളെ നല്ല മെട്രോ സിറ്റിയില് പച്ച പരിഷ്കാരികളായിട്ട് ജീവിക്കുന്നവരാ. കളിയാക്കണ്ട. എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നൊരു അനുഭവം കാണിച്ചു തരും ഞാൻ. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ എന്റെ വക ഒരു സൂപ്പർ ഗിഫ്റ്റ് ഉണ്ട് തനിക്ക്. സത്യം ചെയ്യ. പ്രോമിസ്.